കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട് ട്രിവാൻഡ്രത്ത് പൂജപ്പുരയായിരുന്നു. അദ്ദേഹം പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ സെറ്റിലായി. 35 വർഷമായി സെറ്റിലായി. അപ്പം പൂജപ്പുരയായിരുന്നു. പിന്നീട് ഞങ്ങൾ ജഗതിയിൽ വീട് വെച്ചു. ആ വീട് ഇപ്പോൾ ഷൂട്ടിന് കൊടുത്തിരിക്കുകയാണ്. സീരിയൽ ഷൂട്ട് എൻ്റെ പ്രോജക്റ്റ് തന്നെ ഷൂട്ട് ചെയ്യുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ ഈ ആൾക്കാരൊക്കെ വരുമ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് ഇവിടെ സെറ്റിലായി. ഏകദേശം ഇതൊരു 1.5 വർഷമായി ഇത് വാങ്ങിച്ചിട്ട്. പിന്നെ ഞാൻ പറയാം, എൻ്റെ ഒരു നാടെന്ന് പറഞ്ഞാൽ കല അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഒരുപാട് പേര് അവിടുന്ന് അയ്യോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ ഈ യൂട്യൂബൊക്കെ വന്നതോടുകൂടി ഒരുപാട് പേര് പിള്ളേർ പയ്യന്മാർ എനിക്കതിന് അതിശയം. സത്യം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണെങ്കിൽ ആണ്ടിലൊരിക്കലും ഒരു സിനിമയ്ക്ക് കൊണ്ടുവന്ന വീട്ടിൽ അയ്യോ അപ്പം വർഷത്തിലൊരിക്കൽ ഒരു സിനിമ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഓണത്തിന്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കലാബോധം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു സാധ്യതയില്ലാത്ത സ്ഥലമാണത്. അവിടെ നിന്നാണ് അദ്ദേഹം എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. പക്ഷേ കല്യാണം കഴിച്ചു കൊണ്ടു നല്ല ലൈഫായിരുന്നു. നല്ല ഏകദേശം ഒരു 18 വർഷത്തോളം നല്ല ലൈഫായിരുന്നു. 2 കുട്ടികളുണ്ട്. മൂത്താൾ കൊച്ചിയിലുണ്ട്, ഇളയാൾ ബാംഗ്ലൂർ പഠിക്കുന്നു. അപ്പം പിന്നീട് ഒരു 18 ഇയേഴ്സൊക്കെ ആയപ്പം ഞങ്ങൾ സെപ്പറേറ്റ് ആയി. അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹം ജീവിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ എൻ്റെ മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരൻ, ഭയങ്കര കഴിവുള്ള ആളാണ്. പുള്ളിയുടെ കൂടെ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. പിന്നെ സാഹചര്യം പ്രതികൂലമായപ്പം കൂടുതൽ എനർജിയോടെ പഠിക്കാൻ തുടങ്ങി.